മാമിയാണ് അഡ്മിഷൻ എടുത്തത്. മാമി അഡ്മിഷൻ എടുക്കുകയും അതിനോടൊപ്പം മരുമകള് കൂടെ ഇരിക്കുകയും അതിനോടൊപ്പം കൂട്ടുകാരി കൂടെ ഇരിക്കുകയും ഇതിനകത്ത് ആരാ പഠിപ്പിക്കുന്ന ആരാ? മാമിയാണ് പഠിപ്പിച്ചതല്ലേ? കമ്പൈൻ സ്റ്റഡി പഠിക്കാൻ എനിക്ക് താല്പര്യമുള്ളതായിരുന്നു. അപ്പൊ പിന്നെ ഇവളെയും കൂടെ കൂട്ടിങ്ങാണ്ട് ഇവളിങ്ങനെ വഴുതി മാറി പോവാൻ നിന്നതാണ്. പിന്നെ ഞാനും എന്റെ ഫ്രണ്ട് റംസില ഞങ്ങൾ ഒരുമിച്ചാണ് അപ്ലൈ ചെയ്തപ്പോ ഞങ്ങൾ യൂട്യൂബ് നോക്കി അങ്ങനെയാണ് പെട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ജീവിതം മാറി വരികയും ചെയ്തു എന്നുള്ളതാണ്. കേരള ബാങ്ക് സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി റേസ് പ്ലസ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ബാക്കി മുക്കത്തു നിന്നുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളൊപ്പം ചേരുന്നത്. അപ്പൊ ഇതൊരു 2 പേര് ചേർന്ന ഡ്യൂ ആണ്. 2 പേര് മാത്രമല്ല, അതിന്റെ കൂടെ ഒരാളെങ്കിലും ഉണ്ട്, റംസില കൂടെ ഉണ്ട്. അപ്പൊ 3 പേര് ചേർന്നൊരു പഠനം ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി അഡ്മിഷൻ എടുത്തത് ആരാണ്? മാമിയാണ് അഡ്മിഷൻ എടുത്തത്. മാമി അഡ്മിഷൻ എടുക്കുകയും അതിനോടൊപ്പം മരുമകള് കൂടെ ഇരിക്കുകയും അതിനോടൊപ്പം കൂട്ടുകാരി കൂടെ ഇരിക്കുകയും ഇതിനകത്ത് ആരാ പഠിപ്പിക്കുന്ന ആരാ? മാമിയാണ് പഠിപ്പിച്ചതല്ലേ? യെസ്. അപ്പൊ നിർബന്ധിച്ച് അവളെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഉഴപ്പി നടക്കുകയും പിടിച്ചു കെട്ടി എത്രാമത്തെ റാങ്ക് കമ്പൈൻ സ്റ്റഡി പഠിക്കാൻ എനിക്ക് താല്പര്യമുള്ളതായിരുന്നു. അപ്പൊ പിന്നെ ഇവളെയും കൂടെ കൂട്ടിങ്ങാണ്ട് ഇവളിങ്ങനെ വഴുതി മാറി പോവാൻ നിന്നതാണ്. വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി 1 മാസം ഞാൻ ലീവാക്കി കൊണ്ടുവന്ന് നിർത്തി ട്രാക്കിലോട്ട് കൊണ്ടുവന്നുള്ളതാണ്. അപ്പൊ ഐശ്വര്യ വിളിക്കാൻ പറയും, സാറേ ഞാൻ അഡ്മിഷൻ എടുത്തിട്ടില്ല, മാമി ഞാൻ അഡ്മിഷൻ എടുത്ത് ഞാനും കൂടെ പഠിക്കണമെന്നേ ഉള്ളൂ. ഞാൻ അപ്പോഴേ സേവ് ചെയ്തു, മാമിയും മോളും സേവ് ചെയ്തു. അന്ന് തന്നെ മനസ്സ് ഉറപ്പിച്ചു. അവരുടെ ഒരു ഡിയോ കോംബോ എന്ന് പറയുമ്പോഴത്തേക്കും അത് റാങ്ക് തന്നെയാണ്. അവരുടെ ആവേശം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ധന്യരാണെന്നുണ്ടെങ്കിലും അതുപോലെ ഐശ്വര്യാണെങ്കിലും സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വൈബ് കിട്ടും, ഇവർ എത്തിച്ചേരും എന്നുള്ള കാര്യത്തില്. അതുപോലെ ആദ്യം പരീക്ഷ കഴിഞ്ഞ ഉടനെ ഐശ്വര്യ വിളിച്ചു, സാറേ ഇത്ര മാർക്കുണ്ട്, ഉറപ്പിക്കാവോ അല്ലേ ചോദിച്ചില്ലേ, ഉറപ്പിക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ മാർക്ക് എഴുതിയിട്ടു, ഏകദേശം മാർക്ക് എഴുതിയിട്ടു. പിന്നെ സങ്കടമായിരുന്നു അല്ലേ, ഇത് കട്ട് ഓഫ് വന്ന് ഫൈനലിലേക്ക് വന്നപ്പോഴത്തേക്കും സങ്കടമായി. എത്ര മാർക്ക് പോയി? അപ്പൊ 5 മാർക്ക് 6 മാർക്ക് പോയി. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എത്രാമത്തെ റാങ്ക് എന്ന് പറ കേക്കട്ടെ? 95ാമത്തെ റാങ്കാണ്. 75,000 ആൾക്കാർ മത്സരിച്ച പരീക്ഷയിൽ 95ാമത്തെ റാങ്ക് മേടിച്ച് പിടിക്കുകയാണ്. അതുപോലെ നമ്മുടെ റാങ്ക് കൂടെ പറഞ്ഞോട് 25ാമത്തെ റാങ്കാണ്. സൊസൈറ്റി കാറ്റഗറിയിൽ 25ാമത്തെ റാങ്ക്. ആദ്യം 100-ൽ തന്നെ 2 പേരും വരും എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു 2 പേർക്കും. ക്ലാസ് കണ്ടിട്ട് പഠിക്കണോ അതോ നമുക്ക് ധന്യ പഠിപ്പിച്ചു കൊടുക്കായിരുന്നോ? അല്ല, ക്ലാസ് ഞങ്ങൾ കണ്ട് അപ്പൊ തന്നെ നോട്ട്സ് എഴുതും. പിന്നെ അതിന്റെ എക്സാം അറ്റൻഡ് ചെയ്യും. പിന്നെ വീക്ക്ലി എക്സാമുകൾ അതൊക്കെ റെഗുലർ ആയിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്യും. എക്സാമിന് കൂടുതൽ അറ്റംപ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്കത് പിന്നെയും ചെയ്ത് നോക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. മെന്റർ ആരായിരുന്നു? മെന്റർ അഞ്ജലി മാഡം ആയിരുന്നു മെന്റർ. ഓക്കെ. എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നു ഫെബ്രുവരിയിൽ. നോട്ടിഫിക്കേഷൻ വന്നു പരീക്ഷയ്ക്ക്. JCA അങ്ങനെയാണ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? JCA 1-2 മാർക്കിനാണ് മിസ്സായത്. നോക്കാം, പ്രിപ്പയർ ചെയ്തില്ല, അതിനുശേഷമാണ് ഇറങ്ങിയത്. ഓക്കെ. എന്തായാലും ഒരു ഗ്രൂപ്പ് സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇവരുടെ ഒരു കൂട്ടായ്മ മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ഒത്തിരി ഗ്രൂപ്പുകൾ നിങ്ങളുടെ മുന്നിൽ വരാനുണ്ട്. ഇതിപ്പോ ഇവർ ബന്ധുക്കളായതുകൊണ്ടാണ്, അല്ലാതെ ഉള്ള വലിയ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളെല്ലാം അച്ചീവ് ചെയ്തുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഐശ്വര്യക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഈ ഒരു ഉയർന്ന റാങ്ക്, കാരണം ആദ്യത്തെ അഡ്വൈസിൽ കിട്ടാൻ പോവാണ്. അപ്പോഴത്തേക്ക് ഇത് ആർക്കാണ് നമ്മൾ സമർപ്പിക്കുന്നത്? മാമിക്കാണ് സമർപ്പിക്കുന്നത്. വേറെ ആർക്കും ഇല്ലെങ്കിൽ പഠിക്കില്ല, ഉറപ്പാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നിന്നെ വീട്ടിൽ നിന്ന് മാറ്റി ഇവിടെ അറിയാവുന്നുണ്ട്, നല്ല ബേസ് ഉണ്ട് അവൾക്ക്. അതുകൊണ്ട് തന്നെ വെരി ഗുഡ്. അപ്പൊ ഞാനൊക്കെ കുറെ ടച്ച് വിട്ടുപോയില്ലേ. 12 വർഷമായി ഇപ്പൊ ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഞാനും എന്റെ ഫ്രണ്ട് റംസില ഞങ്ങൾ ഒരുമിച്ചാണ് അപ്ലൈ ചെയ്തപ്പോ ഞങ്ങൾ യൂട്യൂബ് നോക്കി അങ്ങനെയാണ് പെട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ജീവിതം മാറി വരികയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഒത്തിരി സ്റ്റോറീസ് നമുക്ക് ഇനി ഇതുപോലെ വരാനുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ പറയുന്നതാണ്. നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് പ്രയോഗിച്ച എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്? അതായത് നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കി നോട്ട്സുമായിട്ട് ബന്ധപ്പെടുത്തിയോ, അല്ലെങ്കിൽ ലോ പഠിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും പഠിക്കാനുള്ള സ്ട്രാറ്റജി പുതുതായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ? ക്വസ്റ്റ്യൻസ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് നമ്മുടെ മോഡൽ എക്സാംസും പിന്നെ സ്റ്റേറ്റ്മെന്റ് ആയപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്നൊന്ന് ഇതായത്. പിന്നെ ഞങ്ങളുടെ കുറച്ചൊന്ന് ടെൻഷൻ ആയി പോയി. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ തന്നല്ലോ, അതിൽ തന്നെ ഞങ്ങൾ ഒരുപാട് ചെയ്ത് നോക്കി. പിന്നെ ഞങ്ങൾ അതൊക്കെ ബുക്സ് ഒക്കെ മാറ്റി വെച്ച് ഈ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയി ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്കിപ്പം നിലവില് റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു. റാങ്ക് ഫയലിൽ നമുക്കിപ്പോൾ പോയിന്റ്സ് മാത്രമേ കിട്ടത്തുള്ളൂ, കുറച്ച് ക്വസ്റ്റ്യൻസും കിട്ടും. പക്ഷെ എപ്പോഴും നമുക്കിപ്പോ അറിയാലോ, നിലവിലത്തെ പരീക്ഷയുടെ രീതി എന്ന് പറയുമ്പോഴത്തേക്ക് ചോദ്യങ്ങളുടെ രൂപവും ഭാവവും ഒക്കെ മാറിക്കഴിഞ്ഞു. സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഒരുപക്ഷെ വായിച്ചു പോലും തീർക്കാനുള്ള സാഹചര്യം
വായിച്ചെഴുതാന്ന് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് എലിമിനേഷൻ ഒക്കെ ചെയ്ത് പോയാലേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, പ്രത്യേകിച്ച് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. പഠിക്കുക, റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അവസാനം പെർഫോം ചെയ്യുക. ഈ എല്ലാ സ്റ്റേജിലും നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ കൊടുത്തൊരു ഇമ്പോർട്ടൻസ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള മാമിയുടെ സന്ദേശം കൊടുത്താട്ടെ. നന്നായി പഠിക്കുക, സഹകാരിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യാം. അതിൽ തന്നെ, കാരണം ഓരോ ടോപ്പിക് എടുത്താൽ തന്നെ അതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാവോ അതൊക്കെ അവര് തരുന്നുണ്ട്. അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അല്ലേ? മനസ്സോടെ നിൽക്കുക എന്നുള്ളതാണ്. ഒരു മനസ്സോടെ വിശ്വസിക്കാം, സഹകാരിനെ 100% വിശ്വസിക്കാം. എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നന്ദി. നന്നായിട്ട് പഠിക്കുക എല്ലാവരും. താങ്ക് യു.